എല്ലാവർക്കും നമസ്കാരം. വരമ്പിന്റെ ഓണം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹാർദമായി ക്ഷണിക്കുകയാണ്. നമ്മളിപ്പം എത്തി നിൽക്കുന്നത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ നഗരസഭയുടെ കീഴിൽ നമുക്കൊരു അടിപൊളി പാർക്കുണ്ട്. ഈ പാർക്കിൽ നമുക്ക് ഒത്തിരി ആൾക്കാരെ നമുക്ക് ഇന്ന് കാണാനുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ അടിപൊളിയായിട്ട് കുറേ ക്വസ്റ്റ്യൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഉത്തരം പറയുന്നവർക്കെല്ലാം നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന കേട്ടോ. അവരെ ഇപ്പം നമുക്ക് ഉള്ളിലോട്ട് പോയി കാണാം. എല്ലാവരും എൻ്റെ കൂടെ പോയി. തൊടുപുഴയുടെ ഗജരാജൻ ലക്ഷണം മൊത്തം ആനക്കൊമ്പനാണ് കേട്ടോ. നല്ല കൊമ്പൊക്കെയാണ്, തുമ്പൊക്കെ നീട്ടി നിൽക്കുകയാണ്. നമുക്ക് ഇതിലെ അകത്തോട്ട് പോവാം. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എന്താ പേര്? ഷൈമ. നമ്മുടെ പേര് കാവ്യ. ഞങ്ങൾ വരമ്പെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നാണ് വരുന്നത്. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഓക്കെ ആണോ? 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. ഒരു ബക്കറ്റിന് ദ്വാരമുണ്ട്. എന്നാൽ ആ ബക്കറ്റിൽ നിന്ന് വെള്ളം പോകുന്നില്ല. പ്രൈസ് അടിച്ചിട്ടുണ്ട്. പേര് പറഞ്ഞേ? പേര് തരുവാണേ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? താങ്ക് യു. വരമ്പെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണ്. എന്താ പേര്? ആദിത്യൻ. സെയിം വേണല്ലോ അല്ലേ? അപ്പം ഞാനൊരു ഓണമായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ ആരും ആൻസർ പറയുന്നു അവർക്ക് ക്യാഷ് പ്രൈസാണ് നമ്മൾ തരുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. മഹാബലിയുടെ യഥാർത്ഥ പേര് ആർക്കറിയാം? ഓണം അടിച്ചു പൊളിക്കാൻ ക്യാഷ് പ്രൈസ് ആയിട്ടാ തരുന്നത്. രാജാവാണ്, മഹാബലിയാണ്. അദ്ദേഹത്തിന് യഥാർത്ഥ പേരറിയാവോ? അറിയാം. നിങ്ങളുടെ ആലോചിച്ച് നോക്കിയിട്ട്. നമുക്കറിയാൻ തോന്നുന്നു. അറിയില്ലെങ്കിൽ ക്യാഷ് പ്രൈസ് ഇല്ല കേട്ടോ. ഓക്കെ. ചേട്ടാ നമസ്കാരം. ഞങ്ങൾ വരുമ്പെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് വരിക. ഓണത്തിന് നമ്മളൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ചേട്ടൻ എന്നെ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് പ്രൈസ് തരുന്നതായിരിക്കും. ഓക്കെ ആണോ? ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞ? ലിനു. ഇവിടെ തന്നെയാണ് വീട്? തൊടുപുഴ പൂമാല. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഉത്തരം പറയൂല്ലോ. ഉത്തരം പറഞ്ഞാൽ ക്യാഷ് പ്രൈസ് തരും. ഓക്കെ. ആരും കൂട്ടാത്ത കറി. സിമ്പിൾ ക്വസ്റ്റ്യൻ. ആരും കൂട്ടാത്ത കറി നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. എപ്പോഴും കാണാനൊക്കെ പറ്റും. ഇപ്പം അങ്ങോട്ട് മാറിലൊക്കെ കാണാം. അറിയോ? ചേനത്തണ്ട്. കറി. ഇതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. നമ്മളതൊരു ഇച്ചിരി തമാശ രൂപേണ അതിൻ്റെ ഒരു ആൻസർ അറിയാവോ? അല്ലേ? കുഴപ്പമില്ല ചേട്ടാ. ചേട്ടനൊരു പാട്ട് പാടാവോ? നല്ല അടിച്ചുപൊളി ഒരു പാട്ട് പാട്. നല്ലൊരു പാട്ട് പാടിയാണ്. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ നമ്മിളിച്ചു ഞങ്ങൾ ശരണമയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം. സൂപ്പർ. അടിപൊളിയായിട്ട് പാടിട്ടോ. മലയ്ക്ക് പോയിട്ടുണ്ടോ? ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. ഭക്തനാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ, ബൈ. ഹലോ, ഹാപ്പി ആണോ? എന്താ ചേട്ടാ പേര്? നിബിൻ. അനു. ഇവിടെ തന്നെ തൊടുപുഴ തന്നെ? കൂത്താളം. നമ്മൾ തന്നെ. ഞങ്ങൾ വരുമ്പോൾ യൂട്യൂബ് ചാനലിൽ നിന്ന് വരിക. ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഫണ്ണി ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അതിന് ആൻസർ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ക്യാഷ് പ്രൈസ് തരും. ഓക്കെ ആണോ? ഞാൻ ചോദിക്കട്ടെ, യൂസഫ് അലിയുടെ മോളുടെ പേര് പറയാം. ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാട്ടോ. യൂസഫ് അലിയുടെ മോളുടെ പേര് ഫണ്ണി ക്വസ്റ്റ്യനാ, സിമ്പിളാണ്. അത് എല്ലാവർക്കും ഭയങ്കര ഫേമസാണ്. എല്ലാവർക്കും അറിയാവുന്ന പുള്ളിയുടെ കാര്യം പറയുമ്പോൾ ആദ്യം ഇതാ ഓർക്കുന്നത്. ഭയങ്കര സിമ്പിളാ. അയ്യോ, കറക്റ്റ്. എന്താ പറഞ്ഞ? ആൻസർ കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരു പാട്ട് പാടാവോ? കുഞ്ഞാവിടെ പേരെന്നാ? കുഞ്ഞാവിടെ അമ്മയൊരു പാട്ട് പാടാവോ? സാറൊരു പാട്ട്. പാട്ട് പറയട്ടെ? പാട്ട് പാടിയോ? നമ്മൾ പറഞ്ഞ ക്യാഷ് പ്രൈസ് തരാവേ. ഹാപ്പിയാണോ? നമസ്കാരം. എൻ്റെ പേര് വിശാഖ. എൻ്റെ പേര്
എന്താ മേഡത്തിൻ്റെ പേര്? അശ്വതി. മേഡത്തിൻ്റെ പേരിന? അംബിക. അംബിക. മേഡം ഞങ്ങൾ വരമ്പെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുക. ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ ആൻസർ പറയുന്ന ആരാണോ അവർക്ക് ക്യാഷ് പ്രൈസ് ആയി തരുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റും? ശ്രമിക്കാം. മേഡം ഞാൻ ക്വസ്റ്റ്യൻ ഇതാണ്: മഹാബലിയുടെ യഥാർത്ഥ പേര് അറിയാവോ? അമ്മയ്ക്കറിയാം. ആ അറിയാവോ? അറിയില്ല. എവിടെയും കേട്ടിട്ടില്ല. മഹാബലിയുടെ മഹാബലിയുടെ യഥാർത്ഥ പേര് ഓർക്കുന്നില്ല. പോരട്ടെ? പോരട്ടെ? അറിയോ? അറിയില്ല. ഒന്നും കുഴപ്പമില്ല. മേഡം നമുക്കറിയത്തില്ല, അമ്മയ്ക്ക് അറിയത്തില്ല. ഓക്കെ, ഒന്നും കുഴപ്പമില്ല. ഒരു പാട്ട് പാടാൻ പറ്റുമോ? അറിയാം. നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അടിപൊളിയായിട്ട് പാടി കേട്ടോ. പാട്ട് പാടുന്നതാണോ? പിന്നെ ആണോ? നല്ലതായിട്ട് പാട്ട് പാടി. ആണോ? എവിടെ വർക്ക് ചെയ്യുന്നു മേഡം? വർക്ക് ചെയ്യുന്ന ചിത്രപുരം നേഴ്സാണ്. പക്ഷെ നല്ലതായിട്ട് പാട്ട് പാടുന്നു. ശരി, എന്നാൽ ഹാപ്പി ഓണം. നമസ്കാരം. ഞങ്ങൾ വരുമ്പോൾ യൂട്യൂബ് ചാനലിൽ നിന്ന് വരാം. നമ്മളൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ഓണത്തോടനുബന്ധിച്ച് ചോദിക്കും. നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ എന്നുള്ള ക്യാഷ് പ്രൈസ് തരും. മേഡത്തിന്റെ പേരെങ്ങനെയാ? ബിന്ദു. കൊച്ചിന്റെ പേരെങ്ങനെയാ? ജുവാൻ. ജോബി. അലോണ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് പ്രൈസ് ഉദ്ദേശിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? മഹാബലിയുടെ യഥാർത്ഥ പേര് പറയാം. അറിയാവോ? കൊച്ചിനറിയാവോ? സാറിനറിയാം? ഇല്ല. കൊച്ചിനറിയോ? അറിയത്തില്ല. മഹാബലിയുടെ യഥാർത്ഥ പേര് അറിയാം? അറിയത്തില്ല. അറിയാവോ? ആർക്കും അറിയില്ല. കുഴപ്പമില്ല. ഒരു പാട്ട് പാടാവോ ആരെങ്കിലും? മോനൊരു പാട്ട് പഠിക്കാം. അടിപൊളി ഒരു പാട്ട് പഠിക്കാം. ഒരു പാട്ട്. എന്നാ ചേച്ചി ഒരു പാട്ട്. കടലമ്മ കരഞ്ഞത് പറ്റത് നീലവളരി കണ്ടത് കരയില് കണ്ടത് കടലിന്റെ മക്കളെ കടല്. സൂപ്പർ. അടിപൊളിയായിട്ട് പാടി കേട്ടോ. അടിപൊളിയായിട്ട് പാടിയുണ്ട്. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഞങ്ങൾ വരുമ്പെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണ്. നമുക്കൊരു ഓണമായിട്ടനുബന്ധിച്ച് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് ആൻസർ പറയുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് പ്രൈസ് ആകെ ചെയ്യും. ജസ്റ്റ് സിമ്പിളായിട്ട് അറിയാമെങ്കിൽ പറയാം. മഹാബലിയുടെ യഥാർത്ഥ പേര് പറയാം. ആലോചിച്ച് നോക്കി. രക്ഷയില്ല. കുഴപ്പമില്ല. കൊച്ചിന്റെ പേരെന്നാ? മോന്റെ പേര് കതിര്. സാറിന്റെ പേര്? എന്റെ പേര് രവീഷ്. ആണോ? വീട് എവിടെയാ? വീട് കൊല്ലത്താണ്. ഇവിടെ ഞാനിവിടെ റിസർവ് സൂപ്പർ ആണല്ലോ. ശരി. ഒരു പാട്ട് പാടുന്നു ഓണമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഓണപ്പാട്ട് അല്ലേ? അല്ല ശരി. എന്നാ ശരി. ഓക്കെ, കുഴപ്പമില്ല. ഹാപ്പി ഓണം. ചേട്ടാ ഞങ്ങളൊരു വരുമ്പെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരിക. നമ്മൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? മേഡത്തിന്റെ പേര് എങ്ങനെയാ? അജിത. ആണോ? എൻ്റെ മോൻ്റെ പേരെന്നാ? ആശിഷ്. ക്വസ്റ്റ്യൻ ഇതാണ്: ആരും കൂട്ടാത്ത കറി. ഹലോ ഹാപ്പി ഓണം. എന്താ പേര്? അതുല്യ. അർജുൻ. അനന്യ. എത്രയിലാ പഠിക്കുന്നത്? 6ല്. 4ല്. മെഡിക്കാണല്ലോ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആ ക്വസ്റ്റ്യൻ ആൻസർ പറയുമോ? എല്ലാവരും മെഡിക്കലാണോ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ആൻസർ പറയണം. പറയട്ടെ? 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. ആ ബക്കറ്റിന് തുളയുണ്ട്. എന്നാ ബക്കറ്റിൽ നിന്ന് വെള്ളം പോകുന്നില്ല. എന്നാ കാര്യം? പറയുന്നവർക്ക് ഗിഫ്റ്റ് വരുന്നതായിരിക്കും.
പെട്ടെന്ന് വേഗം പറയാം. ആൻസർ ബക്കറ്റ് നിറയെ 2 ബക്കറ്റ് വെള്ളമുണ്ട്. എന്നാൽ വെള്ളം തുളയുള്ള ബക്കറ്റിന് വെള്ളം പോകുന്നില്ല. 2 ബക്കറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അത് വെള്ളമുണ്ട്. വെള്ളമുണ്ട് അതാണ് ഉത്തരം ശരിയാണ്. മോടെ പേരെന്നാ? അതില്ല. ഒരു പാട്ട് പാടിക്കേ, നല്ലൊരു പാട്ട് പാടിക്കേ, നിങ്ങൾ പ്രൈസ് ചെയ്യാൻ വേണ്ടി. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തു വന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം ചിലി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന് തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളായി തുള്ളികളായി, കണ്ട നേരം കൊണ്ടാലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ. അടിപൊളിയായിട്ട് പാടിയാട്ടോ. ഐസ്ക്രീം മേടിക്കണം. ഹാപ്പിയാണോ? ഹാപ്പി ഹാപ്പി ഓണം. ഹാപ്പി ഓക്കെ, താങ്ക് യു. ഹായ്, ഹാപ്പി ഓണം. ഞങ്ങൾ വരമ്പെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണ്. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, കുസൃതി ചോദ്യം. നമ്മളൊരു എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിന് ആൻസർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് പ്രൈസ് ചെയ്യും. പേരെങ്ങനെയാ? നിയ. നമ്മുടെ പേര് മോൻ്റെ പേരെങ്ങനെയാ? ഫെയ്ത്ത്. അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, മഹാബലിയുടെ യഥാർത്ഥ പേര് പറയാവോ? അറിയാവോ? ആർക്കെല്ലാം പറയാവോ? ആരെല്ലാം പറയുന്നു? അറിയത്തില്ല, കുഴപ്പമില്ല. ഒരു ഓണപ്പാട്ട് വല്ലതും പാടാവോ മോനെ? എന്തെങ്കിലും ഒരു പാട്ട് പാടാവോ? ഒരു പാട്ട് പാടി. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്റെ കുഞ്ഞ്. ബാക്കി അറിയില്ല, ലിറിക്സ് ഒന്നും അറിയില്ല. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം മാഡം. ഹായ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താ മോടെ പേര്? വേദ. വേദ. വിനീത്. മാഡത്തിന്റെ പേരെങ്ങനെയാ? മഞ്ജു. ആരും ഒരു പാട്ട് പാടുന്ന കൂട്ടത്തിൽ 2 പേരും പാടും. റെഡിയാണോ? ചേച്ചി മൈക്ക് പിടിച്ചു. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യുന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാടായി. ഹലോ, ഹായ്. ഹായ്, ഓണാഘോഷം അല്ലേ? എന്റെ പേരെങ്ങനെയാ? അൻമരിയ. ഒരു പാട്ട് പാടാവോ? ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂ. ഇവരെന്നെ ഇല്ലില്ല, നമ്മള് ഓക്കെ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ. ഓക്കെ ഓക്കെ, ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ആൻസർ ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും. എങ്ങനെ പേരെല്ലാവരും എന്ന് പറയാമോ? അലീന. അലീന. ഹരിത. ഹരിത. ദേവപ്രിയ. ദേവിക. മനീഷ. സന്ദേശ്. നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, മഹാബലിയുടെ യഥാർത്ഥ പേര് ആര് പറയുന്നു അവർക്ക് പ്രൈസ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണല്ലോ. ക്ലൂ തന്നെ അറിയാം, ഉള്ള പേര് തന്നെ. ഓപ്ഷൻ ഒന്നുമില്ല, പേരാണ്. വാമനും പുള്ളിയെ ചവിട്ടി താഴ്ത്തി. അറിയത്തില്ല. ആ, കുഴപ്പമില്ല. ശരി, കുഴപ്പമില്ല. നിങ്ങൾ എല്ലാരും കൂടെ ഒരു ഓണപ്പാട്ടങ്ങ് പാടി. റെഡി അല്ലേ? ആ, കുഴപ്പമില്ല. എല്ലാരും കൂടെ പാടി. റെഡി? 1 2 3 സ്റ്റാർട്ട്. വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും എല്ലാരും. അപ്പോ ഇറോ ഇറോ ഇറോ. ഹാപ്പി ഓണം.